തോമസ് ചാഴിക്കാടന് ഇന്നും നന്ദി പറഞ്ഞ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ഗ്രാമം. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഗ്രാമത്തിലേക്ക് കുടിവെള്ളം എത്തിച്ചത് തോമസ് ചാഴിക്കാടനാണ്. ഇനിയുള്ള ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ചാഴിക്കാടൻ തന്നെ ജയിക്കണമെന്നാണ് ഇവരുടെ സ്വപ്നം. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട അയ്മനം പഞ്ചായത്തിലെ വാരിശ്ശേരി കരിക്കത്തറ നിവാസികളാണ് UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. ചതുപ്പ് നിലങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഈ കോളനിയിലെ പ്രധാന ആവശ്യം കുടിവെള്ളമായിരുന്നു. ഈ ആവശ്യവുമായി നിരവധി വാതിലുകളിൽ മുട്ടുകയും ചെയ്തു. എന്നാൽ അന്നത്തെ ഏറ്റുമാനൂർ MLA ആയിരുന്ന തോമസ് ചാഴിക്കാടന്റെ അടുത്ത് വിഷയം എത്തിയപ്പോഴാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. മുഴുവൻ സമയവും കുടിവെള്ളം ലഭിക്കുന്ന ടാപ്പുകൾ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു. MLAയുടെ പട്ടർമടം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രാമത്തിലേക്ക് പൈപ്പ് ലൈൻ എത്തിച്ചത്. ഒരു തുള്ളി കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പ് അവസാനിച്ചതിലുള്ള സന്തോഷം നിറകുടവുമായി പോകുന്ന ഇവരുടെ കണ്ണുകളിലും വാക്കുകളിലും പ്രകടമായിരുന്നു. ഇനിയും ഇവർക്ക് നിരവധി ആവശ്യങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ചാഴിക്കാടൻ തന്നെ ജയിച്ചു വരണമെന്നാണ് ഇവർ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഞങ്ങൾക്ക് വെള്ളം തന്നത് ചാഴിക്കാരനാണ്. പൈപ്പ് ലൈൻ ഇട്ട് തന്ന വെള്ളം പുള്ളിയാണ്. ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. പുള്ളി നല്ല മനുഷ്യനാണ്. പിന്നെ വഴി ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള വഴി പരിമിതി വഴിയില്ല. 10-12 കുടുംബം താമസിക്കുന്നതാണ്. അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും പ്രായമായവരും പോകാനും എടുക്കാനും ആശുപത്രി പോകാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതും എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. സമയത്ത് വെള്ളം തന്നു ഞങ്ങളെ രക്ഷിച്ചത് ചാഴിക്കാടനാണ്. പിന്നെ നല്ല വെള്ളമാണ്. ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു ദൈവത്തെ പോലെ ഉണ്ട് കുടിവെള്ളവും പൈപ്പ് ലൈൻ ഞങ്ങളുടെ ഇവിടെ കൊണ്ട് വഴിയിട്ട് ഇട്ടതും എല്ലാം അദ്ദേഹമാണ്. പിന്നെ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്. ഞങ്ങളുടെ വഴി ഒന്ന് ശരിയാക്കി തരണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം തന്നത്. ഞങ്ങൾക്ക് അത്രയും വെള്ളം ഞങ്ങൾക്ക് ഇവിടെ കിണറല്ല, ഞങ്ങൾക്ക് കലക്ക വെള്ളവും കാര്യങ്ങളുമാണ്. വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ നല്ലൊരു മനസ്സുകൊണ്ട് പുള്ളി പലരും ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്, പലരും വന്നിട്ടുണ്ട്, പക്ഷെ ആരും കൊണ്ട് തന്നിട്ടില്ല. ഇവിടെ ഞങ്ങൾ കുറേ ആൾക്കാർ ശ്രമിച്ചിട്ട് പുള്ളി കൊണ്ട് തന്നാണ്. പുള്ളി MLA ആയിരിക്കും ആദ്യമായിട്ട് ചെയ്തു തന്നെ ഞങ്ങൾ. പിന്നെ ഞങ്ങൾക്കില്ലാത്തൊരു സംഗതിയാണ് ഞങ്ങൾക്ക് വഴി. നമുക്കൊരു രോഗിയെ കൊണ്ടുപോകാൻ പോലും ഒരു വണ്ടി വിളിച്ചാൽ പോലും വരികയില്ല. അങ്ങനെ എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞിടയ്ക്കാണ് മരിച്ചത്. കൊണ്ടുപോകാനുള്ളൊരു സൗകര്യം നമുക്കില്ല ഇവിടെ. വണ്ടി വിളിച്ചാൽ വണ്ടിക്കാർ പോലും വരത്തില്ല. നമ്മളോട് പ്രിയപ്പെട്ട ഓട്ടോറിക്ഷക്കാർ മാത്രമേ വരും. രാത്രിയിലൊരു സംഭവം ഉണ്ടാക്കിയാൽ ആരും വരത്തില്ല. ഈ ഒരു കുളം മുഖാന്തരം ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-18 വീട്ടുകാർ ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് ഈ വഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഈ കൊല്ലത്തെ ഇലക്ഷനിൽ ജയിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജയിക്കണം എന്നുള്ളത് ഈ ചാഴിക്കാടൻ തന്നെ ജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ ഈ ഭരണം സംബന്ധിച്ച് നരേന്ദ്രമോദിക്കെതിരായിട്ട് ഞങ്ങൾക്ക് ഒരു ഇത് വരണം. ഈ പ്രദേശം കാരിക്കത്തറ ഭാഗമാണെന്ന് അറിയപ്പെടുന്ന ഈ പ്രദേശം ഇവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ആയിരുന്നു ഇവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാര്യമല്ല, കിണറുകളിലെല്ലാം വെള്ളം ഉണ്ടെങ്കിൽ തന്നെയും ഇത് വരൾച്ചയാകുമ്പോഴത്തേക്ക് ഈ വെള്ളം പറ്റിപ്പോകും, അല്ലെങ്കിൽ തന്നെ ചുവപ്പ് നിറം അനുഭവപ്പെടും. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഇതിനാണ്. ഉപയോഗിക്കാൻ പറ്റുന്ന അടിസ്ഥാന സൗകര്യത്തിന് നമുക്കൊന്നും പറ്റത്തില്ല. ഈ വെള്ളം കൊണ്ട് പറ്റത്തില്ല. പ്രാഥമിക ആവശ്യത്തിന് പോലും ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടെ ബഹുമാനപ്പെട്ട അന്ന് നമ്മുടെ MLA ആയിരുന്ന നമ്മുടെ തോമസ് ചാഴിക്കാടനെ കാണുകയും ചാഴിക്കാടൻ ഉടൻ തന്നെ അന്ന് ആ ഫണ്ട് ഇല്ലാത്ത സമയത്ത് തന്നെ പുള്ളി വേറെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന്റെ ഒരു ഉപയോഗം അവർക്ക് വെള്ളം ഉപയോഗിക്കാനായിട്ടുള്ള ശ്രമം നടത്തി കൊടുത്ത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഇവരെല്ലാം ആഗ്രഹിക്കുന്ന തന്നെ ചാഴിക്കാടൻ വരണമെന്ന് തന്നെയാണ്. അതാണ് ഇവർ പറയുന്നത് തന്നെ കേട്ടില്ല, ചാഴിക്കാടൻ തന്നെ ജയിക്കണമെന്നത്. ചാഴിക്കാടൻ ജയിച്ചെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് നിറവേറ്റാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അദ്ദേഹം ചെയ്യുമെന്നുള്ള ശതമാനം 100% ഉറപ്പാണ്. കാരണം ഈ റോഡിൽ ഒരു യാത്രാ സൗകര്യം ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. കാര്യം ആ റോഡ് തർക്കത്തിൽ കിടക്കുന്നു. ആ റോഡ് യാത്രയ്ക്ക് അവർക്ക് സൗകര്യം ഒപ്പിച്ചു കൊടുക്കുക, അത് തീർച്ചയായും ചാഴിക്കാടൻ വന്നെങ്കിൽ മാത്രമേ നടക്കൂ. ഇതുവരെ പല ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് MLA, പക്ഷെ ചാഴിക്കാടൻ വന്നുവെങ്കിൽ മാത്രമേ ഇത് യാഥാർത്ഥ്യമാകൂ എന്ന് ഇവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചാഴിക്കാടൻ തന്നെ MP ആയി വരണം. MP ആയി വന്ന് ഈ വാർഡിന്റെയും ഈ പ്രദേശത്തിന്റെ ആകമാന വികസനത്തിന് അദ്ദേഹത്തെ പറ്റുമെന്ന് സാധ്യമാകുന്നതുകൊണ്ടാണ് ഇവരെല്ലാം ഒന്നിച്ചു തന്നെ പറയുന്നത് ചാഴിക്കാടൻ വരണം, ചാഴിക്കാടൻ ജയിക്കണമെന്നാണ് ഇവരുടെ എല്ലാം ഒരേ സ്വരത്തിൽ ഒരേ വാക്കിൽ എല്ലാവരും പറയുന്നത് തന്നെയാണ് ചാഴിക്കാടൻ ജയിക്കണം. ആ അനുഭവം തന്നെ ഉണ്ടാകട്ടെ. ചാഴിക്കാടനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ഭൂരിപക്ഷത്തിൽ ചാഴിക്കാടൻ ജയിക്കട്ടെ എന്ന് വിനയമായി അഭ്യർത്ഥിക്കുന്നു. 1991 അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ തോമസ് ചാഴിക്കാടൻ 20 വർഷം തുടർച്ചയായി ഏറ്റുമാനൂർ MLA ആയിരുന്നു. മണ്ഡല പുനർനിർണയത്തിൽ അയ്മനം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ നഷ്ടമായത് ചാഴിക്കാടനെ തോൽവിയിലേക്ക് എത്തിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.